ദീർഘകാലമായി പത്തനംതിട്ടയുടെ പദവി അലങ്കരിക്കുന്ന നേതാവാണ് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായ ആന്റോ ആൻ്റണി. അദ്ദേഹം ആദ്യമായി ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് 2004 2004 കോട്ടയം DCC അധ്യക്ഷനായിരിക്കെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ആന്റോ ആൻ്റണി മത്സരത്തിനിറങ്ങിയപ്പോൾ സിറ്റിംഗ് ആയിരുന്ന CPMൻ്റെ ജനകീയ നേതാവായ സുരേഷ് കുറുപ്പായിരുന്നു എതിരാളി. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആന്റോ ആൻ്റണി ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും 2009 മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് ആദ്യമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകൃതമായപ്പോൾ ആന്റോ ആൻ്റണിക്ക് ഒരിക്കൽ കൂടി അവസരം നൽകുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. 2009 2014 2019 ഏറ്റവും ഒടുവിൽ 2024 അങ്ങനെ തുടർച്ചയായ 4 വട്ടം പത്തനംതിട്ടയിൽ നിന്ന് ഏറെക്കുറെ ആധികാരികമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു കയറുവാനും ആന്റോ ആൻ്റണിക്ക് സാധിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ അദ്ദേഹം 17ാമത്തെ വർഷമാണ് തുടർച്ചയായി പദവി അലങ്കരിക്കുന്നത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേതൃമാറ്റ ചർച്ചകൾ സജീവമായപ്പോൾ ആന്റോ ആൻ്റണി KPCC അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്നും ഏറെക്കുറെ കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായിട്ടുള്ള സംസാരങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആന്റോ ആൻ്റണിയെ തീരുമാനം പ്രഖ്യാപിക്കുവാൻ പോകുന്നു എന്നൊരു ഘട്ടത്തിൽ ആന്റോയെക്കുറിച്ച് നിരവധി ഉള്ളതും ഇല്ലാത്തതുമായ നിറം പിടിപ്പിച്ച കഥകൾ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിലേക്കും അതുപോലെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലേക്കും എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന ശത്രുക്കളായിരുന്നില്ല, നേരെ മറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള പാരകൾ അല്ലെങ്കിൽ ആന്റോയുടെ ശത്രുക്കളായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഈ തീരുമാനങ്ങൾ ഹൈക്കമാൻഡിൻ്റെ മനംമാറ്റത്തിന് വഴിവെക്കുകയും ആന്റോ ആൻ്റണിക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ KPCC അധ്യക്ഷ സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആന്റോയുടെ പകരക്കാരനായി KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് സ്ഥാനാർത്ഥിയാകുമെന്ന ഘട്ടത്തിൽ അദ്ദേഹം KPCCയുടെ അധ്യക്ഷ പദവി ഒഴിയുമെന്നും അധ്യക്ഷൻ്റെ താൽക്കാലിക ചുമതല തനിക്ക് ലഭിക്കുമെന്നുമുള്ള ആത്മവിശ്വാസം ആന്റോ ആൻ്റണി ഈ അടുത്ത ദിവസങ്ങളിൽ തൻ്റെ വിശ്വസ്തരുമായി പങ്കുവച്ചിരുന്നു. ഇത്തരമൊരു വാർത്ത കോൺഗ്രസ് വൃത്തങ്ങളിലും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ വീണ്ടും ആന്റോയ്ക്ക് ഇരുട്ടടിയായി വന്നിരിക്കുന്നത് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയായിട്ടുള്ള NM രാജു നടത്തിയ വെളിപ്പെടുത്തലാണ്. NM രാജു എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ മുൻ സംസ്ഥാന ട്രഷറർ കൂടിയായിരുന്നു. ആ ഘട്ടത്തിൽ പ്രമുഖ വ്യവസായിയായിരുന്ന അദ്ദേഹം നടത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബസ്ഥാപനമായ നെടുമ്പറമ്പിൽ ഫിനാൻസ് തകർന്നതിനെ തുടർന്ന് അദ്ദേഹവും ഭാര്യയും മക്കളും അറസ്റ്റിലാകുകയും ദീർഘകാലം ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തന്ത്രിക്ക് NM രാജുവിൻ്റെ സ്ഥാപനത്തിൽ കള്ളപ്പണ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആന്റോ ആൻ്റണിക്കെതിരെ NM രാജു ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയത്. ആന്റോ ആൻ്റണിക്കെതിരെ ഇത്തരം ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുവാൻ NM രാജുവിനെ നിർബന്ധിതനാക്കിയത് പത്തനംതിട്ടയിലെ സീനിയർ CPM നേതാവായ P ഉദയഭാനു മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ആരോപണങ്ങളാണ്. ഇതിന് മറുപടി പറയുവാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിലാണ് 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഫണ്ട് എന്ന നിലയിൽ ആന്റോ ആൻ്റണി പലിശയ്ക്ക് തന്നിൽ നിന്ന് 2 കോടി രൂപ കൈപ്പറ്റിയിരുന്നുവെന്നും അതിൽ ഒരു പൈസ പോലും ഇതുവരെ മുതലിലേക്ക് തിരിച്ചടച്ചിട്ടില്ല എന്നുമുള്ള വെളിപ്പെടുത്തൽ NM രാജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുവാൻ CPMും BJPയും ഈ ഘട്ടത്തിൽ തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുമുണ്ട്. CPM പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത് 95 ലക്ഷം രൂപ മാത്രം ചിലവഴിക്കുവാൻ അനുവാദമുള്ളപ്പോൾ എങ്ങനെയാണ് ആന്റോ ആൻ്റണി 2 കോടി രൂപ NM രാജുവിൽ നിന്നും മാത്രമായി സമാഹരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവാക്കിയതെന്ന ചോദ്യമാണ്. ഈ വിഷയത്തിൽ തന്നെ പിടിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കളത്തിലിറക്കി ആന്റോ ആൻ്റണിയെ മാത്രമല്ല കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും സജീവമാകുന്നുണ്ട്. അതിനാൽ തന്നെ NM രാജുവിൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആന്റോ ആൻ്റണിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുമെതിരെ അന്വേഷണം ആരംഭിക്കുമെന്നുള്ള സൂചനകൾ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ NM രാജു നടത്തിയ വളരെ വിശദീകരിച്ചുള്ള വെളിപ്പെടുത്തലാണ് ആന്റോയ്ക്കപ്പുറം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. NM രാജു പറയുന്നതനുസരിച്ച് ആന്റോ ആൻ്റണിയും ഭാര്യയും വ്യത്യസ്തമായ അവസരങ്ങളിൽ ഒരുമിച്ചും ഒറ്റയ്ക്കുമെത്തി തന്നോട് നിരന്തരമായി പണം ആവശ്യപ്പെട്ടുവെന്നും ഇവർ 2 പേരും കൂടിയാണ് തന്നിൽ നിന്ന് പണം വാങ്ങിയതെന്നുമാണ്. താൻ നിക്ഷേപകരുടെ പണമാണ് ഇവർക്ക് നൽകിയതെന്നും അതിനാൽ തന്നെ സ്ഥാപനം പൊട്ടിയപ്പോൾ നിക്ഷേപകർക്ക് തിരികെ നൽകുവാൻ പണം ലഭ്യമാകാതെ പോയതിനുള്ള ഒരു കാരണം ആന്റോ ആൻ്റണി പണം മടക്കിത്തരാതെ കാണിച്ച വഞ്ചനയാണെന്നും NM രാജു പറയുമ്പോൾ ഇത് തീർച്ചയായും ആന്റോയ്ക്കുള്ള കുരുക്കുമുറുക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ താൻ പണം നൽകിയതിന് രേഖകളില്ലെന്നും ഈട് വാങ്ങാതെയാണ് പണം നൽകിയതെന്നും NM രാജു പറയുമ്പോൾ NM രാജുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം ആന്റോയെ കുരുക്കുവാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അവസരം ഒരുക്കുക.
എന്നാൽ ആന്റോ ആന്റണി ഏതെങ്കിലും വിധേന ഈ ഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുകയോ പ്രതിരോധത്തിലാകുകയോ ചെയ്താൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ നിന്ന് 2029 അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുകയില്ല എന്ന കാര്യത്തിലും തർക്കമില്ല. ഏതെങ്കിലും കാരണവശാൽ ആന്റോ ആന്റണി അറസ്റ്റിലായി ജയിലിലടയ്ക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ പദവിയിൽ നിന്ന് രാജിവെക്കുവാൻ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടേണ്ട ഒരു ഘട്ടവും എത്തിച്ചേർന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ആന്റോയുടെ പകരക്കാരനായി അല്ലെങ്കിൽ പിൻഗാമിയായി ആരായിരിക്കും പത്തനംതിട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന കൗതുകമാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ നിർബന്ധിക്കുന്നത്. പ്രധാനമായും ആന്റോ ആന്റണി മത്സരരംഗത്തില്ലാത്ത ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് സജീവമായി പരിഗണിക്കപ്പെടുവാൻ സാധ്യതയുള്ളത് 2 വനിതാ നേതാക്കളുടെ പേരാണ്. അതിൽ ആദ്യത്തെയാൾ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനാണ്. സജീവ രാഷ്ട്രീയത്തിലേക്ക് താൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പല ഘട്ടത്തിലും അച്ചു ഉമ്മൻ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും അച്ചു ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനായി ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നും മുറവിളി ഉയരാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നതിലുപരിയായി അച്ചു ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് സാമുദായിക പരിഗണനകൾ കൂടി പത്തനംതിട്ടയിൽ അനുകൂലമാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. 2024 തന്നെ ആന്റോ ആന്റണിയെ മാറ്റി നിർത്തിക്കൊണ്ട് അച്ചു ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള മുറവിളി കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ സജീവമായി ഉയർന്നു വരികയും മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അത് വാർത്തയാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സിറ്റിംഗ് MP-മാർക്കെല്ലാം മത്സരിക്കുവാൻ അവസരം വീണ്ടും ഒരിക്കൽ കൂടി നൽകുവാൻ എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന്റോ ആന്റണിക്ക് 2024 പത്തനംതിട്ടയിൽ നിന്ന് 4ാമതും മത്സരിക്കുവാനുള്ള അവസരം ലഭിച്ചത്. എന്നാൽ ഇനിയൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അതിപ്പോൾ ആന്റോയുടെ രാജിയെ തുടർന്നുണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അല്ല 2029 പൊതു തെരഞ്ഞെടുപ്പാണെങ്കിലും അച്ചു ഉമ്മൻ്റെ പേര് വീണ്ടും ഇവിടെ സജീവ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലക്കാരിയായ മറ്റൊരു വനിതാ നേതാവിൻ്റെ പേരും ആ ഘട്ടത്തിൽ കോൺഗ്രസ് സജീവമായി പരിഗണിക്കുവാനുള്ള സാധ്യതകൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ടെന്നാണ് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധിയായ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ഈ വനിതാ നേതാവ്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് CPI ബന്ധം ഉപേക്ഷിച്ച് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്തിൽ നിന്ന് പദവി കൂടി രാജിവെച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയത്. അവരുടെ സിറ്റിംഗ് ഡിവിഷനായ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വീണ്ടും മത്സരിക്കുവാൻ അവസരം നൽകണമെന്ന ആവശ്യമാണ് അന്ന് ശ്രീനാദേവി കോൺഗ്രസിന് മുന്നിൽ വെച്ചത്. ശക്തമായ ഇടതുകോട്ടയായിരുന്ന പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ച് കയറുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ താൻ കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാകുകയുള്ളൂ എന്ന നിർബന്ധ ബുദ്ധി പുലർത്തിക്കൊണ്ടാണ് വീണ്ടും ഇവർ ഈ സീറ്റ് തന്നെ ചോദിച്ചു വാങ്ങിയത്. ഏതൊക്കെയാണെങ്കിലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പള്ളിക്കര ഡിവിഷൻ ചരിത്രത്തിലാദ്യമായി പിടിച്ചെടുക്കുവാൻ കോൺഗ്രസിന് ശ്രീനാദേവിയിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. ശ്രീനാദേവി അതിനുശേഷവും കേരളത്തിലെ ജനങ്ങളുടെ സവിശേഷമായ ശ്രദ്ധ ആകർഷിച്ചെടുത്തത് രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ചില പ്രതികരണങ്ങളിലൂടെയാണ്. രാഹുലിനെ അന്ധമായി ന്യായീകരിക്കുവാനോ അല്ലെങ്കിൽ ഈ കേസിലെ പരാതിക്കാരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുവാനോ ശ്രീനാദേവി തയ്യാറായിരുന്നില്ല. എന്നാൽ രാഹുലിനെതിരെ ആരോപണങ്ങൾക്ക് തുടക്കം കുറിച്ച റിനി ആൻ ജോർജിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് ശ്രീനാദേവി സ്വീകരിച്ചത്. പിന്നീട് ഇങ്ങോട്ട് നടന്ന അനവധി ചാനൽ ഇൻ്റർവ്യൂകളിൽ തൻ്റെ സുവ്യക്തമായ നിലപാട് കൊണ്ടും തൻ്റെ ആകർഷകമായ സംസാര ശൈലി കൊണ്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമല്ല വലിയൊരു വിഭാഗം പൊതുജനങ്ങളുടെയും പിന്തുണ നേടിയെടുക്കുവാൻ ശ്രീനാദേവിക്ക് സാധിച്ചു. ശ്രീനാദേവിയെപ്പോലെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള വളരെ കാര്യക്ഷമമായി സംസാരിക്കുവാൻ കഴിവുള്ള നിലപാടുകളിൽ കൃത്യതയുള്ള നേതാക്കളെ പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നുള്ള അഭ്യർത്ഥനയും പൊതുസമൂഹത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ അവർക്ക് അനുകൂലമായി ഉണ്ടാകുന്നുണ്ടെന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. അതിനാൽ തന്നെ 2029 അല്ലെങ്കിൽ ആന്റോ ആന്റണി പദവി മാറുന്ന സമയത്തേക്ക് അനുകൂലമായ ഈ സാഹചര്യങ്ങൾ നിലനിന്ന് കിട്ടിയാൽ ശ്രീനാദേവിയുടെ പേരും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിനായി പരിഗണിക്കപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി മറ്റൊരു കൗതുകകരമായ വസ്തുത കൂടി പ്രേക്ഷകർക്കായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ 2029 കേന്ദ്ര സർക്കാർ 33% വനിതാ സംവരണം നിയമസഭകളിലേക്കും പാർലമെൻറ്റിലേക്കും ഏർപ്പെടുത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണമെങ്കിലും വനിതാ സംവരണ സീറ്റുകളായി മാറുകയും ചെയ്യും. ആ ഘട്ടത്തിൽ സ്വാഭാവികമായി തന്നെ അനവധി വനിതകൾക്ക് പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പാർലമെൻറ്റിലേക്ക് പ്രമുഖ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുവാനുള്ള അവസരം ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ അതിന് വളരെ മുൻപേ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് കൃത്യമായി എല്ലാ പാർട്ടികളും ചില വനിതാ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ വനിതാ നേതാക്കളുടെ പട്ടികയിൽ കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടുന്നവരാണ് അച്ചു ഉമ്മനും ശ്രീനാദേവിയും എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.